കായംകുളം ചേരാവള്ളി LP സ്കൂളിന് സമീപം രാസലഹരിയുമായി യുവാവ് പിടിയിൽ. പുളിമൂട്ടിൽ കിഴക്കിയതിൽ അൻവർ ഷായാണ് MDMA പോലീസിന്റെ പിടിയിലായത്. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ ചെയ്തു. മനീഷ്, എന്താണ് സംഭവിച്ചത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? വിൽപ്പനയ്ക്ക് എത്തിച്ച ലഹരി മരുന്നാണ്. സുഹേൽ, ഈ അൻവർ ഷാ ഇതിനു മുമ്പും പല കേസുകളിലും പ്രതിയാണ്. ലഹരി ഇയാളുടെ ഇതിനു മുമ്പും പിടികൂടിയിട്ടുണ്ട്. ഇത് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും കായംകുളം പോലീസും ചേർന്ന് നടത്തിയിട്ടുള്ള ഇവർക്ക് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാളിൽ നിന്നും 30 ഗ്രാം MDMA, അത് 30 ഗ്രാം MDMA എന്ന് പറയുന്ന വലിയ അളവായിട്ടാണ് ഈ നർക്കോട്ടിക്സ് ഒക്കെ തന്നെ കാണുന്നത്. വലിയ വൻതോതിലുള്ള രാസ ലഹരിയായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. കഴിഞ്ഞ കുറെ മാസങ്ങളായി കായംകുളത്തെ പല ഭാഗങ്ങളാണ് ഇയാൾ ഈ ബാംഗ്ലൂരിൽ നിന്ന് ലഹരി കൊണ്ടുവന്ന് ഈ കായംകുളത്തെ വിവിധ ഭാഗങ്ങൾ വിൽക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തിരുന്നു. ഇതിനു മുൻപ് പല പ്രാവശ്യം ഇയാളെ പിടികൂടിയിട്ടുണ്ടെങ്കിലും ഇത്രയും അധികം MDMA ഇയാളിൽ നിന്ന് പിടികൂടുന്നത് ഇത് ആദ്യമായിട്ടാണ്. ബാംഗ്ലൂരിൽ പോയി MDMA വാങ്ങി നാട്ടിലെത്തിച്ച് ഈ രീതിയിൽ വിൽപ്പന നടത്തുന്നതാണ് ഇയാളുടെ രീതി. പക്ഷെ ഇയാളെ പലപ്പോഴും പോലീസിന് അല്ലെങ്കിൽ ലഹരി വിരുദ്ധ സ്ക്വാഡിന് പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഇത്രയും അധികം ഈ MDMA പിടികൂടുന്നത് ഇത് ആദ്യമായിട്ടാണ്. ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് DYSP പങ്കജാക്ഷന്റെ നേതൃത്വത്തിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡും കായംകുളം DYSP അജയനാഥിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം CA സുധീർ, SA ഹാഷിം അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇയാളെ പിടികൂടിയിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശക്തമായ പരിശോധനയാണ് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും നടത്തി വരുന്നത്. സുഹേൽ, ശരി, ഒന്നല്ല രണ്ടല്ല നിരവധി തവണയാണ് അൻവർ ഷായെ ലഹരി മരുന്നുമായി പിടികൂടിയത്. പലതവണ പിടികൂടിയിട്ടും ഒരു നാണമില്ലാതെയും ലഹരി വിൽപ്പന അങ്ങനെ തന്നെ തുടരുകയാണ്.